അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് പൗലോസ്ലീഹായ്ക്ക് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമവിളി അത് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവുമായി തനിക്ക് ലഭിച്ച എൻകൗണ്ടറിൽ യേശു ആരെന്നും താൻ ആരെന്നും പൗലോസ് മനസ്സിലാക്കി. ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ന്യായപ്രമാണത്തിന് അനുകൂലമായി പ്രവർത്തിച്ച പൗലോസ് യേശു കർത്താവുമായിട്ടുള്ള കൂട്ടുമുട്ടലിലൂടെ തനിക്കൊരു കാര്യം മനസ്സിലായി. ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ അധികം മനസ്സിലാക്കാൻ തുടങ്ങി. മനസ്സിലാക്കുക എന്നതിലുപരി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, യേശുമായിട്ടുള്ള ബന്ധത്തിൽ ആ ശ്രേഷ്ഠത അനുഭവിച്ചറിയുക. പൗലോസ്ലീഹായുടെ ഒരു പ്രത്യേകത, അതിനെ അനുഭവിച്ചറിയുക. യേശുവിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയാൻ തുടങ്ങിയപ്പോൾ, യേശുവിനെ വെളിപ്പാടിലൂടെ ഏറെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ, യാതൊരു മനുഷ്യനും ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ മാത്രമേ, അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഒരുവൻ ദൈവാനുകൂലിയും ദൈവപ്രസാദവും ഉള്ളവനായി തീരുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹം അറിഞ്ഞു. ക്രിസ്തുവിനെ കൂടുതൽ രുചിച്ചറിയുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ തനിക്കും തൻ്റെ ജനത്തിനും ലോകത്തിലെ സകല ജാതികൾക്കും വേണ്ടിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവപുത്രനായ യേശു തന്നെ പരമയാഗമാക്കി ആ യാഗാർപ്പണത്തിലൂടെ ചൊരിയപ്പെട്ട പുണ്യാകരക്തം പിതാവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ചു. ആ ശ്രേഷ്ഠ രക്തത്തിലെ ജീവൻ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ആ രക്തത്തിലൂടെ ജീവനും ജീവനിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയും തുറക്കപ്പെട്ടു. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, അവനെ മടക്കിക്കൊണ്ടുവരുവാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ആത്മാവിൽ ദർശിച്ച പൗലോസ് താൻ ആഗ്രഹിക്കുകയാണ് ആ കഷ്ടങ്ങളുടെ കൂട്ടാളിയായി തീരണം. ആ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അത് അനുഭവിച്ചറിയണം. അപ്പോൾ അനുഭവിച്ചറിയണം, അതാണ് പരിജ്ഞാനം. യേശുവിനെ അറിയുന്നതാണ് പരിജ്ഞാനം. യേശുവിനെ കൂടുതൽ അറിയും തോറും ഈ വെളിപ്പാട്, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആ വെളിപ്പാട് നമ്മിൽ ഉണ്ടാകുമ്പോൾ മനുഷ്യാത്മാക്കളെ നേടുവാനുള്ള ആഗ്രഹം നമ്മിലുണ്ടാകും. പൗലോസിൻ്റെ ആഗ്രഹവും അസാധാരണമായ ഒരാഗ്രഹമായിരുന്നു. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക സാധാരണ ഒരു വിശ്വാസിയുടെ ആഗ്രഹമല്ലാതെ. യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. എന്തിന്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. പാപസംബന്ധമായി ഒരു മരണം നമ്മുടെ ദേഹത്തിനും സംഭവിക്കണം. പാപം എന്നും എന്നേക്കുമായി ഒഴിഞ്ഞു മാറി പിന്നെ പാപം ചെയ്യാതെ ജീവിക്കണം. അതാണ് പാപം സംബന്ധിച്ചുള്ള മരണം. ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഉദ്ദേശത്തിൻ്റെ വെളിപ്പാട് പൗലോസ് തൻ്റെ ആത്മാവിൽ ദർശിച്ചപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണവും കഷ്ടാനുഭവങ്ങളും താൻ അനുഭവിച്ചറിയണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ആഗ്രഹം, അത് യേശുവിനെ അധികമായി അടുത്തറിഞ്ഞു, അധികമായി സ്നേഹിക്കാൻ തുടങ്ങി. യേശുമായിട്ടുള്ള എൻകൗണ്ടറിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ താൻ അനുഭവിച്ചാൽ മാത്രമേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തന്നിൽ വെളിപ്പെടുകയുള്ളൂ. തനിക്ക് വേണ്ടി ദൈവം മുമ്പാകെ പരമയാഗമാക്കി കഷ്ടമനുഭവിച്ച ആ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ താൻ അനുഭവിച്ചറിഞ്ഞില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും എങ്ങനെ കൂട്ടാളിയായി തീരും
എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ പാപം സംബന്ധിച്ച് മരിച്ചു, നമ്മുടെ പാപം സംബന്ധിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇന്നും രക്ഷിക്കപ്പെട്ട നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ശരി തന്നെ. എന്നാൽ നാം ക്രിസ്തുവിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തിന് അനുരൂപപ്പെടണം. അപ്പോൾ നാം പറയും, സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നു, പാപം സംബന്ധിച്ച് നാം മരിച്ചു, പുതിയ മനുഷ്യനായി തീർന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ദൈവത്തിന് എന്താണ് ഗുണം? ദൈവത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മെ വില നൽകി വീണ്ടെടുത്ത വീണ്ടെടുപ്പുകാരൻ സർവസ്രഷ്ടാവാണ്, നിത്യപിതാവാണ്, സകല മനുഷ്യരുടെയും ദൈവമാണ്. അതുകൊണ്ടാണല്ലോ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി, മുഴുവൻ മാനവരാശിയുടെയും പാപപരിഹാരത്തിനായി മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നത്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്ത ആ കൃത്യനിർവഹണം പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാനവരാശി വീണ്ടെടുപ്പാൻ ഇവിടെ ലോകത്തിൻ്റെ സകല പാപവും ചുമന്നുകൊണ്ട് ക്രൂശിലേറിയ ആ നിർവഹണത്തിൽ മനുഷ്യകുലത്തിന് ഉണ്ടായ നേട്ടം അത് മാനവകുലത്തിന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവത്തിലേക്ക് നയിക്കുവാൻ ദൈവം ആരെന്നും എന്തെന്നും എവിടെ ഇരിക്കുന്നുവെന്നും അറിയാത്ത ജനത്തെ ഈ ദൈവത്തെ അറിയിക്കുവാൻ, ഈ യേശുവിനെ അറിയിക്കുവാൻ, മാനവരാശിയുടെ ഏകരക്ഷകനായ ഈ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ഒന്നാമത് നാം ദൈവത്തോട് അതിനുള്ള കൃപ നമ്മുടെ മേൽ പകരേണ്ടതിന് പ്രാർത്ഥിക്കണം. കാൽവരിനാഥൻ്റെ ക്രൂശിൻ്റെ ചോട്ടിൽ രക്ഷിക്കപ്പെടാത്ത ജനത്തെ കൊണ്ടുവരുവാനുള്ള കൃപ, പ്രാർത്ഥിപ്പാനുള്ള കൃപ, വിശ്വാസത്താൽ പ്രാർത്ഥിപ്പാനുള്ള കൃപ, അതിനുള്ള ദൈവശക്തി നാം പ്രാപിച്ചെടുത്താൽ മാത്രമേ സത്യസുവിശേഷത്തെ വെളിപ്പെടുത്തുവാൻ ധൈര്യവും ആത്മധൈര്യവും ആത്മശക്തിയും നമ്മളിൽ ദൈവം പകർന്നു തരികയുള്ളൂ. യേശുവിൻ്റെ സാക്ഷിയായി വചനവുമായി ഓടുവാൻ കഴിയണമെങ്കിൽ കഷ്ടവും അപമാനവും നിന്ദയും പരിഹാസവും കല്ലേറും കയ്യേറ്റവും ഒക്കെ തൻ്റെ ശരീരത്തിൽ വഹിക്കേണ്ടി വന്ന പൗലോസ്ലീഹ ഒരു വലിയ പോരാട്ടത്തോടെയാണ് സുവിശേഷം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ആ വലിയ പോരാട്ടത്തോടെ സുവിശേഷം വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സിലാക്കിയ പൗലോസിൻ്റെ മേൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ദൈവം പകർന്നു കൊടുത്തു. അപ്പം നമ്മുടെ കോളിംഗ് മനസ്സിലാക്കി ആ കോളിംഗ് നിറവേറണമെങ്കിൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയും ദൈവശക്തിയും കൂടാതെ ദൈവപ്രവർത്തനങ്ങൾ വെളിപ്പെടില്ല. ഇവിടെ ഓർക്കുക, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാം അനുഭവിക്കേണ്ടത് ഈ വിധത്തിൽ തന്നെ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അരുമനാഥനായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഈ കർത്താവ് തന്നെ രക്ഷകനും കർത്താവും ദൈവമെന്ന് മനസ്സിലാക്കിയ നാം നമ്മുടെ രക്ഷ മാത്രമല്ല, നമുക്ക് ചുറ്റും കിടക്കുന്ന ജനത്തെ ഈ രക്ഷ അറിയിക്കുവാൻ രക്ഷാദൂതുമായി ഇറങ്ങിപ്പുറപ്പെടാം. അങ്ങനെ ഇറങ്ങിപ്പുറപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാനുള്ള കൃപ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് ലഭ്യമാകണം. ഇവിടെ ഒരു ഡെഡിക്കേഷൻ, സമർപ്പണമാണ്. കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അതിന് തയ്യാറായി പുറപ്പെടുമ്പോഴാണ്
നാം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുന്നതും നമ്മെക്കുറിച്ചുള്ള വിളി അത് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.